ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ട് തന്നെയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലിൽ മുഴുവനായിട്ടൊന്നിങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളും വെള്ളം കൂടെ 2:1 റേഷ്യോയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ആ ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് പൊങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ ഒന്നിങ്ങനെ ആ ഒരു ബോട്ടിലേക്ക് നന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പെൻസിലാണ്. പിന്നെ അതുപോലെ ഞാൻ സ്കെയിലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കെയിൽ ആ ഒരു ബോട്ടിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ പെൻസിലുകൊണ്ട് ഇങ്ങനെ കുറച്ച് ലൈൻസൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ലൈനായിട്ടല്ല അങ്ങനെ എന്താ പറയുക ഒരു പല ഷേപ്പിലായിട്ട് ഇങ്ങനെ ബോക്സസ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പ്രത്യേകമായിട്ടൊരു സ്ക്വയർ ഷേപ്പായിട്ടൊന്നുമല്ല, പല ഷേപ്പായിട്ട് നമ്മളിങ്ങനെ കോണായിട്ടും ട്രയാങ്കിൾ പോലെയൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ കള്ളികൾ വരച്ചു കൊടുക്കുകയാണ്. ഒരേ ഒരു പാറ്റേണിലൊന്നും വേണ്ട കേട്ടോ. പല ടൈപ്പിലായിട്ട് ഇങ്ങനെ ചെറുതും വലുതുമായിട്ടും സ്ക്വയറായിട്ടും ട്രയാങ്കിളായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് ഒരു പാറ്റേൺ പോലെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചു കൊടുത്താലും മതി. സ്കെയിലായിട്ട് വരയ്ക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റൗണ്ട് ആയിട്ടുള്ള ഒരു ബോട്ടിലായതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ നല്ലൊരു ഈസി ആയിരിക്കും നമുക്ക് ഇങ്ങനെ ആ ഒരു ബോക്സസ് ഒക്കെ വരച്ചെടുക്കാനായിട്ട്. അടുത്തായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു ബോക്സ് ഉണ്ടല്ലോ നമ്മൾ വരച്ചിട്ടുള്ളത്, അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ യെല്ലോ കളർ ഒന്നിങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബാക്കി കള്ളിയിലേക്ക് ഇങ്ങനെ ആവാതിരിക്കാൻ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബോക്സസ് ഒക്കെ വരച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു യെല്ലോ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു കളറായിട്ട് തന്നെ കിട്ടും. ഞാൻ ഈ പെയിൻറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു വൈറ്റ് കളർ ബേസ് കോട്ട് അടിക്കാത്തത് ഇങ്ങനെ ഓർത്തത്. പക്ഷേ പിന്നീട് ഇനിയിപ്പോൾ പെയിൻറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഡ്രൈ ആയിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ പെൻസിലുകൊണ്ടൊക്കെ വരച്ചെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ നേരിട്ടങ്ങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു കളർ അധികം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആയതിനു ശേഷം വേണമെങ്കിൽ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ബോട്ടിലിൽ ഇങ്ങനെ ഒരു 3-4 സ്ഥലത്തായിട്ട് ഈ ഒരു സെയിം കളർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തടുത്തുള്ള ഒരു ബോക്സിൽ ചെയ്യാതെ കുറച്ച് വിട്ടിട്ടായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലൂ കളർ പെയിൻ്റ് ആണ് കേട്ടോ. എന്നിട്ട് ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ നേരത്തെ യെല്ലോ കളർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ബോക്സിൽ മാത്രമല്ല ഒരു 3-4 ബോക്സിലായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആ ഒരു ലൈറ്റ് കളറാണല്ലോ യെല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ഡാർക്ക് കളർ, അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ റെഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ 3-4 സ്ഥലത്തൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഗ്രീൻ കളർ പിന്നെ ഓറഞ്ച് കളറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം കളേഴ്സൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ പറയുന്നില്ല. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് കളേഴ്സാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈറ്റ് കളർ ഒരു ഡാർക്ക് കളർ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പെയിൻ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കളറായിരിക്കും കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് അങ്ങനെ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടിലിപ്പം ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ പിന്നെ യെല്ലോ ഓറഞ്ച് റെഡ് ഗ്രീൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഞാനൊരു മജന്ത കളർ ഇങ്ങനെ ഒരു കോട്ടായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് എന്തെങ്കിലും ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മളൊരു പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ഒരു യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ആ ഒരു ലൈനിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
നമ്മൾ ഈ ഡോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മുട്ട് സൂചിയുടെ ഒക്കെ ഒരു ഡോട്ട് ഉണ്ടാവുമല്ലോ, മുട്ട് സൂചിയുടെ ഒക്കെ ഒരു ഹോള് പോലെ, അപ്പോൾ ആ ഒരു സൈസിൽ നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ യെല്ലോ കളർ ബോക്സിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഓറഞ്ചിലേക്ക് ഇതുപോലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പക്ഷേ നമ്മളിങ്ങനെ വേറെ വേറെ സ്ഥലത്താവരുത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അങ്ങനെ ആ ഒരു ഡോട്ട് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആയിരിക്കും കറക്റ്റ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഓറഞ്ച് ബോക്സിലും കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ബോക്സിലും നമ്മൾ ഇതുപോലെ ഓരോ പീസായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആവുന്ന ആ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ബോട്ടിലിപ്പം ബ്ലാക്ക് ഡോട്ടൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു തിന്നായിട്ടുള്ള ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2 പീസ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ 2 ഡോട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിതുപോലെ 2 ഡോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ വൈറ്റ് ലൈൻ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് വരച്ചു കൊടുക്കരുത്, വളരെ തിന്നായിട്ട് തന്നെ വരയ്ക്കണം. പിന്നെ ആ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടല്ലോ അതിങ്ങനെ മറയ്ക്കുന്ന രീതിയിൽ നമ്മൾ ലൈൻ വരയ്ക്കരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവില്ല. ആ ഒരു 2 ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടത്. നമ്മളിതിലൊരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൽ ആ ഒരു വൈറ്റ് ത്രെഡ് നമ്മളിങ്ങനെ വൈറ്റ് ലൈൻ വരച്ചത് നമ്മൾ ത്രെഡ് പോലെയാണ് കേട്ടോ. ഒരു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ കുറേ കളേർഡ് ആയിട്ടുള്ള പീസസ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കില്ല, ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ബ്ലാക്ക് ഡോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സൂചി പോയിട്ടുള്ള ആ ഒരു ഹോള് പോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബ്ലാക്ക് ഇങ്ങനെ കുറച്ച് കാണണം എന്ന് പറയുന്നത്, അപ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവാം. ആ ഒരു ബ്ലാക്ക് ഇങ്ങനെ മറിഞ്ഞിട്ട് നമ്മളിങ്ങനെ ലൈന് വരയ്ക്കുമ്പോൾ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു വലിയൊരു ബ്ലാക്ക് ഡോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കുന്ന് വരുന്ന രീതിയിൽ നമ്മൾ ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ മാക്സിമം ആ ഒരു നേരെയുള്ള രീതിയിൽ തന്നെ ലൈന് വരച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ അതുപോലെ ആ ഒരു ജോയിൻ്റ് ആവുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പീസസ് ഇങ്ങനെ 3 പീസസൊക്കെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് നമ്മൾ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ഇട്ട് കൊടുക്കില്ല. അപ്പോൾ അതുപോലെ നമ്മളതിങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ. കുറച്ചൊരു ക്ഷമയോടുകൂടി കുറച്ചൊരു ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ തിക്കായിട്ട് ചെയ്താൽ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ആ ഒരു ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ മറയ്ക്കുന്ന രീതിയിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ലൈന് വരച്ചു കൊടുത്താൽ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ്. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിൽ നമ്മളിവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഞാൻ ചെയ്തിട്ടില്ല, കാരണം അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന ഭാഗമല്ലല്ലോ, അപ്പോൾ ചെയ്താൽ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. ബാക്കി ഭാഗത്തൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ശരിക്കും നമ്മളൊരു ഫാബ്രിക്കുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ ഇങ്ങനെ ബാഗ്, അതുപോലെ പേഴ്സ്, ഹാൻഡ് ബാഗൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ. അപ്പം നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചപ്പോൾ തന്നെ ചെറിയൊരു ഫാബ്രിക് പോലെ ചെറിയൊരു ചുളിവൊക്കെ വന്നിട്ട് നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ ഇനിയിപ്പോൾ വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ലൊരു ഡാർക്ക് കളേഴ്സ് മാത്രമായിട്ടും ഒരു ലെതറിൻ്റെ ഫാബ്രിക് വെച്ചിട്ടൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഒരു ബാഗും പേഴ്സൊക്കെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിവിടെ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ത്രെഡ് റോൾ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ 2-3 ടൈപ്പ് ത്രെഡ് ഞാനിങ്ങനെ വെച്ച് നോക്കി, അത്രക്കൊരു ഭംഗി കിട്ടിയില്ല. പിന്നെ ഞാൻ ആ ഒരു മജന്ത കളർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും കൂടെ ചെയ്തെടുത്തപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനെ ത്രെഡൊക്കെ ചുറ്റുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതുപോലെ ഏതെങ്കിലും കളേഴ്സൊക്കെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാതെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല, കാരണം ഇതുപോലൊരു ഫാബ്രിക്കിൻ്റെ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി. അപ്പോൾ നമ്മളുടെ ആ ഒരു ക്യൂട്ടായിട്ടും അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാ നോക്കാം. ഷാനിബ, നേഹ, സന, നന്ദന, ഹാജറ, മെഹ്റിൻ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കില്ല പിക്ചേഴ്സൊക്കെ അയച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.